അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 66 ട്രഷറി കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ചാമവിള ഡൂബി ഓഡിറ്റോറിയത്തിൽ പൂയപ്പള്ളി സബ് ട്രഷറി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂയപ്പള്ളി സബ് ട്രഷറിയോടൊപ്പം കരിമണ്ണൂർ തൃശൂർ മെഡിക്കൽ കോളേജ്, കല്ലൂർക്കാട്, ചാലക്കുടി, നിലമ്പൂർ, എടക്കര, കുന്നംകുളം എന്നീ സബ് ട്രഷറികളുടെയും ചെർപ്പുളശ്ശേരി ജില്ലാ ട്രഷറിയുടെയും ഉദ്ഘാടനം മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ട്രഷറിയുടെ സെർവർ തകരാറുകൾ തടയുന്നതിന് സോഫ്റ്റ്വെയർ ശക്തിപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 66 ട്രഷറി കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ചാമവിള ഡൂബി ഓഡിറ്റോറിയത്തിൽ പൂയപ്പള്ളി സബ് ട്രഷറി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂയപ്പള്ളി സബ് ട്രഷറിയോടൊപ്പം കരിമണ്ണൂർ തൃശൂർ മെഡിക്കൽ കോളേജ്, കല്ലൂർക്കാട്, ചാലക്കുടി, നിലമ്പൂർ, എടക്കര, കുന്നംകുളം എന്നീ സബ് ട്രഷറികളുടെയും ചെർപ്പുളശ്ശേരി ജില്ലാ ട്രഷറിയുടെയും ഉദ്ഘാടനവും മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. 31 കോടി രൂപ ചിലവിൽ നിർമ്മാണം ആരംഭിച്ച 22 ട്രഷറികളിൽ 10 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. സംസ്ഥാനത്തെ 5.5 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരുടെ ശമ്പളവും 6 ലക്ഷത്തോളം വരുന്ന സർവീസ് പെൻഷൻ വിതരണവും ട്രഷറി വഴി നൽകി വരുന്നു. 35-ൽ പരം വകുപ്പുകളും 10 ബാങ്കുകളും ഈ ട്രഷറിയുമായി ബന്ധിപ്പിച്ചു. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും മുൻഗണനാ കൗണ്ടറുകൾ സജ്ജീകരിച്ചു. ഇരിപ്പിടം, കുടിവെള്ളം, നിരീക്ഷണ ക്യാമറകൾ, റാമ്പ്, തടസ്സമില്ലാത്ത വൈദ്യുതി സംവിധാനം ഉൾപ്പെടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി. ട്രഷറിയുടെ സെർവർ തകരാറുകൾ തടയുന്നതിന് സോഫ്റ്റ്വെയർ ശക്തിപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു. പൂയപ്പള്ളി ട്രഷറി ഉൾപ്പെടെ 10 ട്രഷറികളാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത്. അതിനകത്ത് 2 ട്രഷറികൾ ഇന്ന് രാവിലെ എം.എൽ.എയുടെ സ്ഥലത്ത് 2 ട്രഷറി ഉള്ളതുകൊണ്ട് ഇതൊപ്പമല്ല, അദ്ദേഹത്തിന് പങ്കെടുക്കുന്നതുകൊണ്ട് ഇന്ന് രാവിലെ എടക്കര സബ് ട്രഷറിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മുണ്ടക്കയം സബ് ട്രഷറിയുടെ ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ വായിച്ച ഉൾപ്പെടെ 10 ട്രഷറികളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്നോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നത്. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ 66 ട്രഷറി കെട്ടിടങ്ങളുടെ നിർമ്മാണമാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചത്. അതിനകത്ത് ഈ പദ്ധതിയുടെ 4ാം ഘട്ടത്തിൽ 22 ട്രഷറികളുടെ നിർമ്മാണം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിലെ 10 ട്രഷറിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചത്. ഇനിയിപ്പോൾ ഇടുക്കിയിലെ ജില്ലാ ട്രഷറി അടുത്ത ദിവസങ്ങളിൽ തന്നെ പൂർത്തീകരിക്കണം. കാരണം ഇടുക്കി മൂലവറ്റത്തിൽ നിന്ന് ഇടുക്കിയിലേക്ക് ജില്ലാ ട്രഷറി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനി പൂർത്തിയാക്കാനുണ്ട്. ചില ട്രഷറികളുടെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രഷറികൾ വാസ്തവത്തിൽ സർക്കാരിൻ്റെ ധനകാര്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ടാണ് ട്രഷറി പൂട്ടുമോ എന്ന ആശങ്ക, ബാങ്ക് പൂട്ടുമോ എന്ന ആശങ്കയേക്കാളും അധികം നമ്മുടെ എല്ലാ നാട്ടിലുള്ളത്. കാരണം ട്രഷറി പൂട്ടിപ്പോയാൽ, ട്രഷറിയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അവസാനിച്ചു പോയാൽ നാടാകെ ബാധിക്കും എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. GS ജയലാൽ MLA അധ്യക്ഷത വഹിച്ചു. പൂയപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ശശികല, വൈസ് പ്രസിഡന്റ് രാജു ചാവടി, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിപിൻ റോയ്, പൂയപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം മിൻസി തങ്കച്ചൻ, ട്രഷറി വകുപ്പ് ഡയറക്ടർ വി സാജൻ, കൊട്ടാരക്കര ജില്ലാ ട്രഷറി ഓഫീസർ വി ആശാ ശശി, കൊല്ലം ജില്ലാ ട്രഷറി ഓഫീസർ ബിജി ദാസ്, കോട്ടയം DTO വിൻസി ഉമ്മൻ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.